ഷർട്ട് ഇട്ടിട്ട് ക്ഷേത്രത്തിൽ കയറിയാലും നല്ലതാണ്. ഇപ്പം സച്ചിദാനന്ദ സ്വാമികൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻ്റൊക്കെയാണല്ലോ അദ്ദേഹം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ഏതെങ്കിലും തന്ത്രിമാരുടെ അനുവാദം വാങ്ങിയിട്ടല്ല. ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഏതെങ്കിലും തന്ത്രിമാരുടെ അനുവാദം വാങ്ങിയിട്ടല്ല. അതുപോലെ കാലോചിതമായ മാറ്റങ്ങൾക്ക് ക്ഷേത്രങ്ങളും വഴിപ്പെടണം. ഷർട്ടിട്ടോ കയറിക്കോ, സർക്കാർ ഇതിന് മുൻകൈ എടുക്കണമെന്നാണ് സ്വാമികൾ പറയുന്നത്. തീർച്ചയായിട്ടും സച്ചിദാനന്ദ സ്വാമികൾ പറയുന്ന അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം അമ്പലങ്ങളിൽ ഷർട്ടിടാതെ കയറണം എന്ന് പറയുന്ന ഒരു സംഹിതയും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ തന്ത്രം അനുഷ്ഠിച്ചാണല്ലോ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. ഒരു തന്ത്ര ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ഷർട്ട് ഇട്ടിട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് വസ്ത്രത്തിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മറ്റു ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ കാവ്യ വസ്ത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം ദശനാമി സന്യാസ പരമ്പരകൾ, അദ്വൈത പരമ്പരയും അങ്ങനെ പലതരത്തിലുള്ള പരമ്പരകളുണ്ട്. അവർക്കൊക്കെ ചില വസ്ത്രത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണ വിശ്വാസിക്ക് ഷർട്ടിട്ടോ ഷർട്ടിടാതെയോ ഒക്കെ അമ്പലത്തിൽ പോകാം. അത് അവനവൻ്റെ വിശ്വാസമാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നവനെയും തടയാൻ പാടില്ല, ഷർട്ട് ഇടാതെ കയറുന്നവനെയും തടയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ എല്ലാ ഹിന്ദു സന്യാസിമാരും ഹൈന്ദവ ആചാര വിദഗ്ധന്മാരും ഒക്കെ പറയുന്നത് ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യം, അതായത് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ആ പ്രതിഷ്ഠയിൽ നിന്നുള്ള ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക്, പുരുഷന് അത് നെഞ്ചിലും സ്ത്രീക്കത് നെറ്റിയിലുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലോക്കായി പോവും എന്നാണ് പറയുന്നത്. ശുദ്ധ വിവരക്കളാണ് എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് പറയാനുള്ളത്. കാരണം ഭഗവാന്റെ ചൈതന്യം എന്നത് ഒരു ഷർട്ടിൽ തട്ടി തെറിച്ചു പോകുന്ന സാധനമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, അതായത് ഭഗവാന്റെ ചൈതന്യം ഷർട്ടിൽ തട്ടി തെറിച്ചു പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, സ്ത്രീകൾക്ക് നെറ്റിയിലാണ് എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് നെറ്റിയിലാണ്, അതുകൊണ്ട് സ്ത്രീകൾക്ക് വസ്ത്രമിടാം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഈ പണ്ട് കാലത്ത് സ്ത്രീകൾ ഈ ബ്ലൗസൊന്നും ഇടാതെയായിരുന്നല്ലോ അമ്പലത്തിൽ കയറിയിരുന്നത്. അന്ന് ഈ നിയമമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നീട് സ്ത്രീകൾ വസ്ത്രമിടാൻ തുടങ്ങിയപ്പോൾ ആ നിയമം എന്താക്കി, നെറ്റിയിലാണ് ചൈതന്യം എന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒരടിസ്ഥാനവും ഇല്ല, ഞങ്ങൾ തോന്നുന്നത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാര്യമുണ്ടാണ്. പക്ഷെ അത് ബലപ്രയോഗത്തിലൂടെ ആവരുത്. എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച്, വിശ്വാസികൾ സംബന്ധമായും എല്ലാം ആലോചിച്ച് കാലോചിതമായ പുരോഗമനം, കാലോചിതമായ മാറ്റം എല്ലാ ക്ഷേത്രങ്ങളിലും വേണം. ചിദാനന്ദപുരി സ്വാമി, ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമിജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലങ്ങളിൽ കയറാം. സന്യാസിമാരുടെ ഒരു വലിയ സമ്മേളനം നടന്നു ഇപ്പം അടുത്ത്. ആ സമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്നത് ഷർട്ട് ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറണം എന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയാം, അതായത് ആന ഇടഞ്ഞുണ്ടാകുന്ന മരണങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ, അതായത് ഗൗതമിൻ്റെയും എൻ്റെയൊക്കെ നാടിൻ്റെ അടുത്ത് കൊയിലാണ്ടിയിൽ അപകടം ഉണ്ടായിട്ട് 3 പേരുടെ ജീവനാണ്. അത് അദ്ദേഹത്തിൻ്റെ കാല് വയ്യായിരുന്നു, അദ്ദേഹം അവിടെ പെട്ടുപോയി. അപ്പോൾ ഈ ആന എന്തിനാണ് എഴുന്നള്ളിക്കുന്നത്? ആനയെ വെറുതെ എഴുന്നള്ളിക്കുകയാണ്. കാര്യം ആന വേണമെന്ന് ഭഗവാൻ ഒരു നിർബന്ധവുമില്ല. ഈ കാട്ടിൽ കിടക്കുന്ന ജീവിയെ പിടിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് മെരുക്കി എടുത്ത് ഈ ശബ്ദം പോലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയെ ഈ ടാറിട്ട റോഡുമേ കൂടെ നടത്തി കൊണ്ടുവന്ന്, അതായത് ആനയുടെ കാല് എന്ന് പറയുന്നത് വളരെ ലോലമായ ഒരു കാലാണ്. ഈ കാട്ടിലെ പുല്ലും മണ്ണും ഒക്കെ ചവിട്ടുന്ന പാദങ്ങളാണ്. അതാണ് ഈ പൊള്ളുന്ന ടാറിട്ട റോഡുമേ കൂടെ ചെണ്ടയും കൊട്ടി ഈ വാഹനങ്ങളുടെ ശബ്ദവും ആളുകളുടെ ആഘോഷവും ഈ ശബ്ദ കോലാഹലത്തിനിടയിൽ കൂടി ആനയെ കൊണ്ടുപോകുന്നത്. ആനയ്ക്ക് എത്രമാത്രം സ്ട്രെയിൻ വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയില്ല. ഇവിടെ നിന്നാണ് കഥിന പൊട്ടുമ്പോൾ ആന എന്ത് ചെയ്യുന്നത്, ചെറിയ ശബ്ദം പോലും കേട്ടാൽ ആന ഓടും. ഗൗതം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വയനാടും ഇടുക്കിയിലും പല സ്ഥലങ്ങളിലും പാലക്കാട് ഉൾപ്പെടെ എവിടെയെങ്കിലും ആന ഇറങ്ങിയാൽ എന്താ ആദ്യം ചെയ്യുക? നമ്മളൊരു വലിയ വലിയ ഒരു പാട്ടയോ ചെമ്പോ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാത്രം പൊട്ടിച്ച് പേടിപ്പിക്കും. അതെ, പടക്കം പൊട്ടിക്കും. കാരണം എന്താ, ആനയ്ക്ക് ശബ്ദം ഭയങ്കര പ്രശ്നമാണ്. ആനയുടെ ബ്രെയിൻ ഇഷ്യൂ വരെ ഉണ്ടാകുന്ന സാധനമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്.
അതിനിടയിലാണ് ആനയെ മണിക്കൂറുകളോളം നിർത്തി അവിടുന്ന് എന്താണ് ഈ തായമ്പകയും മറ്റുള്ള പല പരിപാടികളും ചെയ്യുന്നത്. അതെ, ഇത് ആന സ്ട്രെയിൻ എടുത്ത് ആനയെ പരിവർത്തനപ്പെടുത്തുകയാണ്. പക്ഷെ പണ്ട് എന്താ സംഭവം, പണ്ട് ഇതിൽ പറയുന്ന കാര്യം എന്താ, ഭഗവാന്റെ തിടമ്പ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത്, അതായത് ഒരു മീഡിയം വേണം എന്നാണ് പറയുന്നത്. അത് പണ്ട് കാലത്ത് ആന ഉണ്ടായിരുന്നത് കൊണ്ട് ആനയുടെ മേലേക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് പണ്ടത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ട് പ്രമാണിമാരും പൈസക്കാരും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ആനയെ മെരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ആനയെ ആ രീതിയിൽ വളർത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു, നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ തടിമില്ല് ആനയെ ഇനിയിപ്പം അമ്പലത്തിൽ ആന ഇത് എഴുന്നള്ളപ്പിന് കൊണ്ടുപോകുന്ന കാര്യം അവിടെ അതൊന്ന്, ഈ തടി പിടിപ്പിക്കുന്നതോ, ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്നത് തെറ്റാണ്, ഭയങ്കര ക്രൂരതയാണത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആനയെ തടി പിടിപ്പിക്കുന്നതും ആനയെ സർക്കസ് കാണിപ്പിക്കുന്നതും ആനയെ വേറെ എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോകുന്നതും എല്ലാം തെറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്ത പള്ളി ഉറൂസ്, പള്ളി നേർച്ചകൾക്ക് ആനയെ കൊണ്ടുപോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരു ദേവാലയത്തിലും ആനയെ എഴുന്നള്ളിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. പല്ലക്കോ യന്ത്ര ആനയോ ഇനി അതല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള രഥമോ തുടങ്ങിയ കാര്യങ്ങളിൽ എഴുന്നള്ളിച്ചാൽ മതി എന്നുള്ളതാണ് ശാസ്ത്രം, അതായത് സനാതന ധർമ്മം പ്രകാരം പറയുന്നത്. പറയാം. അല്ല, ഈ ക്ഷേത്രത്തിൽ ഷർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പം ചില ബാറുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, പബ്ബുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടേതായ രീതിയിലുള്ളൊരു കോസ്റ്റ്യൂംസ് ഉണ്ട്, എങ്കിൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അങ്ങനെ ഡ്രസ് കോഡ് പാലിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്, അതിൻ്റെതായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ ഡ്രസ് കോഡ് പാലിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് തരുന്ന അനുഭവം, അതൊരു എക്സ്പീരിയൻസ്, വേറെ തന്നെ ഒരു അനുഭൂതി തരുന്ന പ്രദേശങ്ങളാണ്. ഈ അനുഭൂതിയെ നമ്മളുടെ ശരീരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു എന്താ പറയുക വസ്ത്രധാരണ രീതി പിന്തുടരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇറുകിയ വസ്ത്രം ധരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇറുകിയ അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ നടത്താതിരിക്കുക. ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുമ്പം പലപ്പോഴും ഈ യോഗ ട്രെയിനേഴ്സൊക്കെ നൽകുന്ന നിർദ്ദേശമാണ് ഇറുകിയ വസ്ത്രം ധരിക്കാതിരിക്കുക, ജീൻസ് ധരിക്കാതിരിക്കുക. എന്തിനാണ് ഇത് പറയുന്നത്? കാരണം ശരീരത്തിന് കുറച്ചും കൂടി അയവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചില പ്രത്യേക അനുഭൂതികളിലേക്ക് നമുക്ക് മെൻ്റലി എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു അമ്പലത്തിലൊക്കെ ഒരു കാലഘട്ടത്തിൽ വസ്ത്രം വേണ്ട, മുണ്ട് മാത്രം, ചില അമ്പലങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ, മുണ്ട് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, ജീൻസ് ഇട്ട് കയറരുത്, ലുങ്കി ഉടുത്ത് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ വെക്കുന്നത് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ഷർട്ട് ഇട്ടിട്ട് കയറിക്കോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി എന്ത് വസ്ത്രവും ഇട്ടിട്ട് എന്ത് തോന്നിവാസവും അതിൻ്റെ പുറത്ത് അമ്പലത്തിൻ്റെ അകത്ത് കാണിക്കണം എന്നൊരു സമ്പ്രദായത്തിലേക്ക് വഴി മാറാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എന്താ പറയുക അരാജകത്വത്തിലേക്ക് എന്തും കാണിക്കാം. അപ്പോൾ കൃത്യമായിട്ട് അവിടെ അതിൻ്റെതായ രീതിയിലുള്ളൊരു നിഷ്കർഷകൾ പാലിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്, അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അല്ല, ഒന്ന് ക്ഷേത്രത്തിൽ അരാജകത്വം പാലിക്കണമെന്നോ തോന്നിയ പോലെ നടക്കണമെന്നോ ഒന്നും ആരും പറയുന്നില്ല. രണ്ട്, ക്ഷേത്രത്തിൽ ഷർട്ട് ഇടുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ അതിന് കൃത്യമായ വിശദീകരണം തരാൻ ഒരു ഹിന്ദു പണ്ഡിതനും പറ്റുന്നുമില്ല. ഏത് പുരാണം അല്ലെങ്കിൽ ഏത് ഗ്രന്ഥം, ഏത് പ്രമാണം പിന്നെ ഈ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് പറയുന്നത്? നിങ്ങളൊരു മെഡിറ്റേഷനിലിരിക്കും. അല്ല, ഒരു മിനിറ്റ് അല്ല, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു തരാനും ആൾക്കാർക്ക് പറ്റുന്നില്ല. രണ്ടാമത്തത്, ഗൗതം പറഞ്ഞത് യോഗ ചെയ്യുന്ന സമയത്ത് ഇറുകിയ വസ്ത്രം ധരിക്കരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് സിമ്പിളാണ്. ശരീരത്തിലെ ബ്ലഡ് വെസൽസ് വഴി രക്തം സുഖകരമായി ഒഴുകിയാൽ മാത്രമാണ് നമ്മൾ യോഗ പോലെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്സിജനെ, പ്രാണനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുള്ളൂ. ഈ പ്രാണനെ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്, യോഗയിൽ നടക്കുന്നത്. അവിടെ അത് നിർബന്ധമാണ്. ഒന്ന്, നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചുറ്റിക്കെട്ടാറുണ്ട്. ആ കെട്ടിയ സ്ഥലത്ത് കെട്ടാറുണ്ട്. എന്ത് കാരണത്താണ്? അവിടെ കെട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് വരികയും അതിലേക്ക്
ശരീരത്തിന് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടുകയും ശരീരം മസിൽസ് ഇളകാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ സമയത്തും കെട്ടി നടക്കണമെന്നുണ്ടോ? ഇല്ല. ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് എന്തിനാ? ക്ഷേത്രത്തിൽ പോകുന്നത് രണ്ട് തരമുണ്ട് കേട്ടോ. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാധനാ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിട്ടാണ് പോകുന്നത്. എൻ്റെ കാര്യം നിറവേറ്റി തരണം, എൻ്റെ കാര്യങ്ങൾക്ക് ഇതുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ആത്മീയതയിൽ നമ്മൾ പുറകോട്ട് പോകുന്നത്. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിലക്കും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആളുകൾക്ക് എന്തിൻ്റെ കാര്യത്തിലായാലും വിലക്കുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ വെള്ളം അടിക്കാം, ക്ഷേത്രങ്ങളിൽ പോയി മാംസം കഴിക്കാം എന്നൊന്നല്ല പറയുന്നത്. വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഈ ഇപ്പം ക്ഷേത്രങ്ങളിൽ മാംസം കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? കൃത്യമായ പ്രമാണമുണ്ട്. എന്താണ് പ്രമാണം? അതായത് സ്വാത്വിക രീതിയിൽ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ മാംസം കൊണ്ടുവന്നാൽ രജോ ഗുണത്തിൻ്റെ ആ രീതിയിലോട്ട് പോവുകയും സ്വാത്വിക ഗുണം നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമത്തത്, രജോ ഗുണസമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ദേവീ ക്ഷേത്രങ്ങളിൽ അവിടെ എന്താണ് ഈ ബലി നൽകുന്നുണ്ട്. അവിടെ വേറൊരു എനർജിയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വേരിയേഷൻ കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ വസ്ത്രം എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ പുറത്ത് ക്ഷേത്രത്തിൽ കയറുന്നതിൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഗൗതം ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഈ ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും എന്താണ് നമ്മൾ ഒരു ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ വസ്ത്രധാരണത്തോടു കൂടി നമ്മൾ അവിടെ കയറി നമുക്ക് പാലഭിഷേകവും നമ്മൾ അർച്ചനയും അവിടെ നടത്താൻ പറ്റും, ജലധാരയും നടത്താൻ പറ്റും. അവിടെ ഒന്നും വസ്ത്രത്തിന്റെ ആവശ്യമേ ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അത് കേരളത്തിൽ കൊണ്ടുവരണം. അല്ലെ, തീർച്ചയായിട്ടും കേരളത്തിലെ. പക്ഷേ എനിക്ക് ചില ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ, എല്ലാ ക്ഷേത്രങ്ങളും അല്ല കേട്ടോ, അവിടെ അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ വൈസ് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമ്മൾ പല ക്ഷേത്രങ്ങളും, ഉത്തരേന്ത്യയിലല്ല തമിഴ്നാട്ടിലൊക്കെ പല ക്ഷേത്രങ്ങളും തോന്നുമെങ്കിലും ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല, ഒരു ഫീലിങ്ങും ഇല്ലാത്ത വെറുതെ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ എന്തിനെ പൂജിക്കുന്നു എന്ന് പറയുന്ന അനുഭൂതി മാത്രം തരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതല്ലാതെ ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഇത് കിടില സ്ഥലമാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് ഈ ആചാരങ്ങൾ എത്രമാത്രം ആ ക്ഷേത്രങ്ങൾ പാലിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അമ്പലങ്ങളൊക്കെ പുതിയ അമ്പലങ്ങളൊക്കെ കിട്ടും. ഇവിടേക്ക് ഇപ്പോൾ ഗോവയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മഹാരാഷ്ട്ര പോലുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ആരാധനേൻ്റെ ഭാഗമായിട്ട് ഈ നടയടപ്പ് തുറപ്പ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും ഒന്നുമില്ല. ജസ്റ്റ് ഒരു കർട്ടൻ വെച്ചിട്ട് വെറുതെ ഒന്ന് മൂടും, എന്നിട്ട് പെട്ടെന്ന് തുറക്കും. ഇങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലാണ് പല ക്ഷേത്രങ്ങളും. ആ രീതിയിലേക്ക് തന്നെ കേരളത്തിൽ വരണമെന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കൃത്യമായിട്ട് ആചാരങ്ങൾ, അതിനെ കൃത്യമായ കാലത്തിനനുസരിച്ചിട്ടുള്ള പുതിയ ആചാരങ്ങൾ അതിൻ്റെ സത്തയൊന്നും ചോരാതെ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളെ കൃത്യമായിട്ടും സ്വീകരിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്, ഹിന്ദു മതം എന്ന് പറയുന്നത്. ഷർട്ട് വിവാദത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കട്ടെ, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ, ആവശ്യമുള്ള മാറ്റങ്ങൾ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും.